കൊണ്ടുപോകാം. എന്റെ ശബ്ദം വ്യക്തമാണല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന സ്നേഹസ്വരൂപനായ പിതാവായ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും സ്തോത്രവും സ്തുതിയും ധനവും മഹിമയും ഉണ്ടാകുമാറാകട്ടെ. സർവം ചമച്ചവനും സർവത്തിൻ്റെയും ഉടയവനുമായ നമ്മെ തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് പിതാവായ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങിയവനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനവും ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. ഈ പ്രത്യേക സന്ധിയിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലെ സ്വർഗീയ കാഴ്ചകളുമായി വീണ്ടും ഒന്ന് ഇടപഴകുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങൾ ഭാവി പരിപാടികളുടെ ഒരു തയ്യാറെടുപ്പിന്റെ ചിത്രമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭൂമിയിൽ മാത്രമല്ല, പ്രധാനമായിട്ടും ഭൂമിയിൽ നടക്കുന്ന ഭാവി സംഭവ പരമ്പരകൾക്ക് വേണ്ടി സ്വർഗത്തിൽ നടക്കുന്ന ഒരു ഒരുക്കം, ഒരു തയ്യാറെടുപ്പ്. ആയതിലേക്ക് യോഹന്നാനെ കർത്താവ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. യോഹന്നാൻ ശരീരത്തോടെയോ അല്ലാതെയോ അവിടെ എത്തിച്ചേരുന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് അത് എഴുതി തരികയും കൂടെയാണ്. അതിലേറ്റവും പ്രധാനം ദൈവസിംഹാസനമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ളത് നമ്മൾ സംശയം ഇല്ലാതെ തന്നെ കണ്ട കാര്യവുമാണല്ലോ. ദൈവസിംഹാസനത്തോടൊപ്പം 4 ജീവികളും വിശുദ്ധന്മാരുടെ പ്രതിനിധികളായി മനുഷ്യരുടെ പ്രാതിനിധ്യം വഹിക്കുന്നവരായി തന്നെ 24 മൂപ്പന്മാരും. മൂപ്പന്മാർ എന്ന് വിശേഷിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ദൂതന്മാരല്ല എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും മനുഷ്യരുടെ പ്രതിനിധികളാണ്. അതിൽ നമുക്കേറെ സ്വീകാര്യമായ ആശയം പഴയ പുതിയ നിയമങ്ങളുടെ അല്ലെങ്കിൽ പഴയ പുതിയ നിയമങ്ങളിലെ വിശുദ്ധന്മാരുടെ പ്രതിനിധികൾ 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടും 12 അപ്പോസ്തലന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ടും ആണെന്ന് നമ്മൾ കണ്ടു. അതിന് നാം 21-ാമത്തെ അധ്യായത്തിൽ നിന്ന് അപ്പോസ്തലന്മാരുടെയും ഗോത്രപിതാക്കന്മാരുടെയും പേരുകൾ പുതിയ യെരുശലേമിൽ കൊത്തിവെച്ചിരിക്കുന്നതും ഒക്കെ കണ്ടു. അതെല്ലാം നമുക്ക് സാദൃശീകരിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇന്നലെ നാം ഏറ്റവും ഒടുവിൽ കണ്ടുകൊണ്ടിരുന്നത് 4 ജീവികളെ കുറിച്ചും കണ്ണാടിക്കടലിനെ കുറിച്ചും ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന മിന്നലും നാദവും ഇടിമുഴക്കവും അതിനെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. ഇനി നമുക്കവിടെ നിൽക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലും വിശദീകരണങ്ങൾ അവിടെ വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സ്തോത്രം. എങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് ഒന്നും കൂടെ പോയി അവിടുത്തെ കാഴ്ച അല്പവും കൂടെ ശ്രദ്ധിക്കാം. നാം അതിൻ്റെ 7 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചു. അതിനുശേഷമുള്ള ചില വാക്യങ്ങളും സാന്ദർഭികമായി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാതിരുന്ന 8-ാമത്തെ വാക്യം വായിക്കാം. വേഴ്സ് നമ്പർ 88.
4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാല് ജീവികൾ ദൈവസിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്ന 4 ജീവികൾ. സ്വർഗീയ ജീവികളാണവ, ഭൗതിക ജീവികളല്ല. ഹെവൻലി ബീയിങ്സ് ആണവർ, ഹെവൻലി ബോഡീസ്, സ്വർഗീയ ജീവികളാണ്. ആ സ്വർഗീയ ജീവികൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് നാം 8-ാം വാക്യത്തിൽ കാണുന്നത്. അവരെന്താ ചെയ്യുന്നത്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. സ്തോത്രം. അവര് ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ആഘോഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇടവിടാതെ, നിർത്താതെ, രാവും പകലും വിശ്രമം കൂടാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നമ്മൾ വളരെ പ്രാധാന്യം നൽകേണ്ട ഒരു കോറസാണ്. നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ടതായ ഒരു പാട്ടാണ്, ഒരു ഈരടിയാണ്. സ്തോത്രം. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. സ്തോത്രം. അവർ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ചാണ്. ദൈവത്തിന്റെ പരിശുദ്ധി. അഞ്ചാമത്തെ അധ്യായത്തിലും നാം അത് കാണുന്നുണ്ട്. അഞ്ചാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ദൈവ കുഞ്ഞാടിനെ കാണുന്നു. 4-ാം അധ്യായത്തിൽ സിംഹാസനസ്ഥനായ പിതാവായ ദൈവത്തെയാണ് ഈ ജീവികൾ വാഴ്ത്തുന്നത്, ഈ ജീവികൾ മഹത്വപ്പെടുത്തുന്നത്. അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴൊക്കെ 24 മൂപ്പന്മാരും സിംഹാസനങ്ങളിൽ നിന്നും താഴെ ഇറങ്ങി അവരുടെ തലയിലിരിക്കുന്ന കിരീടങ്ങൾ ദൈവത്തിന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് വീണ് അവനെ നമസ്കരിക്കും. സ്തോത്രം. എനിക്കൊരു സംശയം. ഈ 24 മൂപ്പന്മാർക്ക് എഴുന്നേറ്റ് സിംഹാസനങ്ങളിൽ ഇരിക്കുവാനും കിരീടം തലയിൽ വെക്കാനും വല്ല അവസരവും കാണുമോ എന്ന്. കാരണം എന്താ? ഈ 4 ജീവികൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. വിശ്രമം കൂടാതെ രാപ്പകൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും
24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ 4 ജീവികൾ വിശ്രമരഹിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവർ പറയുന്നത് ദൈവം പരിശുദ്ധൻ 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 എന്നാണ്. സ്തോത്രം. ദൈവം ആരാണെന്ന് പറയുന്നു? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നുള്ളത് നമ്മുടെ ദൈവത്തിന്റെ നിത്യത്വത്തെ കാണിക്കുന്നതാണ്. ത്രികാലങ്ങളിലും വർത്തമാനസ്ഥനായിരിക്കുന്ന അവസ്ഥ. അത് നമ്മൾ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിന്നും പഠിക്കുകയുണ്ടായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത് പിതാവായ ദൈവമാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. ഒറ്റ കേൾവിയിൽ അത് യേശു ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. അല്ല, യേശുവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. 1:4 യേശുവിനെ പറ്റി അല്ല അത് പറയുന്നത്, പിതാവായ ദൈവത്തെ കുറിച്ച്. അപ്പോൾ പിതാവായ ദൈവം ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണെന്ന് ദൈവം ആര് എന്ന് ഏറ്റുപറയുന്നു. നമുക്കിവിടെ പഠിക്കാനുള്ള സംഗതി, here we have a clear picture of, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ വർഷിപ്പ്, ആരാധനയുടെ. നമ്മുടെ ഭാഷയാണ്, ആരാധനയ്ക്ക് വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകാതെ സാധാരണ അർത്ഥത്തിൽ ഞാൻ പറയുക. ആരാധനയുടെ ഒരു നേർചിത്രം ഈ 2 അധ്യായങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. ആരാധനയിൽ നമ്മുടെ ദൈവം ആരാണ് എന്ന തികഞ്ഞ ബോധ്യം നമുക്ക് വേണം. Without a proper understanding of God, we cannot worship as acceptable unto God. When we come to the Lord in prayer and praise, when we come to the Lord in singing and magnifying, we should know who our God is, what He is. His being, understanding, acknowledging His being is very much important. ആരാധനയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ദൈവം ആരാണ് എന്നുള്ള തിരിച്ചറിവ് വളരെ അത്യന്താപേക്ഷിതമാണ്. വളരെ ദുഃഖത്തോടെ പറയട്ടെ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെയാണ് നമ്മുടെ സാധാരണ ആരാധനകളൊക്കെ നടക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ആ പ്രയോഗം തെറ്റാണ്. എങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അങ്ങനെ പറയുന്നു. ആരാധന എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. അത് നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയയോ കർമ്മമോ ഒന്നുമല്ല. ഇൻസെപ്പറബിൾ ഫ്രം അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരാധനയെ മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒന്നാണ്. എന്നാൽ ഇവിടെ സാധാരണക്കാരന്റെ ഭാഷ ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മൾ ആരാധിക്കുന്നത് പലപ്പോഴും നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ഇല്ലാതെയാണ്. Without proper understanding, we often offer worships. That's a wrong way of worship. തെറ്റായ ആരാധനാ രീതികൾ എന്ന ഒരു വിഷയം കർത്താവിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പഠിപ്പിച്ചിരുന്നു. അതിലൊന്നാണിത്.
worshipping without a clear understanding. ശമരിയക്കാരി സ്ത്രീയോട് യേശു ഇതേ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് അറിയാമല്ലോ. ആ വാക്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഉദ്ധരിക്കാറുള്ളതാണ് നമ്മുടെ യോഗങ്ങളിലൊക്കെ. അതിൻ്റെ 22-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 21-ഉം 22-ഉം. യേശു അവളോട് പറഞ്ഞത്, യോഹന്നാൻ, ഒരു മിനിറ്റ് സുജയ, യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വാക്യങ്ങളാണ്. ഇനിയും വായിച്ചോ സുജ. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. വളരെ വിചിത്രമായി 21-ാം വാക്യം ചിലരൊക്കെ പറയാറുണ്ട്. സ്തോത്രം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല ആ മലയിലുമല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സാധാരണ ഒരൊഴുക്കിന് പറഞ്ഞു പോകുന്നതാണ്. യേശു പറഞ്ഞു ശമരിയക്കാരത്തിയോട്, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കേണ്ടത് ഈ മലയിലുമല്ല ആ മലയിലുമല്ല. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഈ മലയിലുമല്ല ഈ യെരുശലേമിലും അല്ല. യെരുശലേമും മല തന്നെയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തെറ്റായ പ്രഖ്യാപനങ്ങളുണ്ട്. ഓക്കെ, അതിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. നമുക്കത് വിഷയമല്ല, മടങ്ങി വരാം. 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ശമരിയക്കാർ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ആരാധിക്കുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ദൈവം ആരാണ് എന്ന ബോധ്യം, അതിലൊരു പ്രധാന ഘടകമാണ് ഇവിടെ വെളിപ്പാട് 4-ാം അധ്യായത്തിൽ ഈ 4 ജീവികൾ ഏറ്റുപറയുന്നത്, അല്ലെങ്കിൽ ഏറ്റുപാടുന്നത്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ല, അത് യേശുക്രിസ്തുവും അല്ല, പിതാവിനെ പറ്റിയാ പറയുന്നത്. അത് ദൈവത്തിന്റെ ഇറ്റേണൽ നേച്ചർ, നിത്യത്വത്തെ കാണിക്കുന്നതാണ്. നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ദൈവം നിത്യനാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം. സ്തോത്രം. നിത്യൻ എന്നതിൻ്റെ നിർവചനം ഞാൻ പറയേണ്ടതില്ലല്ലോ, പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനാദിയായും ശാശ്വതമായും ഉള്ളവൻ. സ്തോത്രം. 90-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ ദൈവപുരുഷനായ മോശ അഹരോനച്ചാച്ചന്റെ മരണസമയത്ത് പാടിപ്പറഞ്ഞ കാര്യമാണ്. ഇത്രയും നാള് മോശയ്ക്ക് വായായിട്ട് കൂടെയിരുന്ന ചേട്ടൻ അഹരോൻ, ചേട്ടനായിരുന്നെങ്കിലും അനിയനായ മോശയുടെ ദൈവിക അധികാരത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു നല്ല അച്ചാച്ചനായിരുന്നു താൻ. അദ്ദേഹം മരിച്ചു. ഏതാണ്ട് 120 കൊല്ലം, അതിലൊരു 40 കൊല്ലത്തിലധികം അദ്ദേഹത്തിൽ നിന്ന് മാറി കഴിഞ്ഞു എന്ന് നമുക്കറിയാം. എന്നാൽ ഒടുവിലത്തെ 40 വർഷം നിഴലുപോലെ ഒരുമിച്ച് കഴിഞ്ഞ അഹരോന്റെ മരണസമയത്ത് അഹരോൻ മരിച്ച വേദനയേക്കാൾ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് മോശയെ അധികം ധൈര്യപ്പെടുത്തിയത്.
മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ? സ്തോത്രം. എല്ലായിടത്തൊന്നും പ്രതികരണം കിട്ടുന്നില്ല. അപ്പൊ പ്രയാസമുണ്ടെന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടി വരും. ശരി, മനസ്സിലായില്ലെന്ന് ആരും പറയാഞ്ഞത് കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ മോശയുടെ ജ്യേഷ്ഠൻ മരിച്ചു. വിഷമമുണ്ട്. ആ വിഷമത്തെ കവിയുന്ന ഒരു സന്തോഷം ദൈവത്തിന്റെ നിത്യത്വത്തെ പറ്റി അറിഞ്ഞപ്പോൾ മോശയ്ക്കുണ്ടായി. അതുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, നീ അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു. സ്തോത്രം. ഇതാണ് സനാതനൻ അല്ലെങ്കിൽ നിത്യൻ എന്നുള്ളതിന്റെ നിർവചനം. നാം ദൈവത്തോട് അടുത്തു വരുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ നിത്യത്വം നമ്മുടെ മനസ്സിൽ തിളങ്ങിയും നിൽക്കണം കേട്ടോ. സ്തോത്രം. നമ്മളൊരു പാട്ട് പാടാറുണ്ടല്ലോ, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം. യഹോവ നിത്യദൈവം. 40-ാം അധ്യായം യെശയ്യാവ് 25 മുതൽക്കുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന ഒരു കാര്യമാണ്. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ യഹോവ നിത്യദൈവം. നിത്യനായവനാണ് നമ്മുടെ ദൈവം എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ ദൈവത്തിന്റെ നിത്യത്വത്തെക്കുറിച്ച് നാം ഉൾബോധ്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രയാസഘട്ടത്തിലും നമ്മളുടെ കാലുകൾ ആടിപ്പോകില്ല, വഴുതിപ്പോകില്ല, നാം നിരാശപ്പെടുകയില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ വെളിപ്പാട് 4-ാമത്തെ അധ്യായത്തിൽ 4 ജീവികൾ ദൈവത്തോട് പറയുന്നു, നീ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ്. അപ്പോൾ അത് ദൈവത്തിന്റെ നിത്യതയെ കാണിക്കുന്നു. സ്തോത്രം. എന്നിട്ട് അടുത്തത് ദൈവത്തെക്കുറിച്ചുള്ള ഈ 4 ജീവികളുടെ തിരിച്ചറിവാണ്. ദൈവം എങ്ങനെയുള്ളവനാണ്? നിങ്ങൾ കൂടെ പോരെ? പരിശുദ്ധൻ. അതിനു മുമ്പ് സർവശക്തിയുള്ളവനാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവ്. സ്തോത്രം. സർവശക്തിയുള്ളവൻ. സർവശക്തൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എൽ ഷഡായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പാട്ടുമൊക്കെ ഉണ്ട്. ഓൾ സഫീഷ്യന്റ്, എല്ലാറ്റിനും മതിയായവൻ എന്നാണ് അർത്ഥം. എൽ ഷഡായി, സർവശക്തൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം, യഥാർത്ഥ ചിത്രം നിങ്ങൾ ചിലർക്കറിയായിരിക്കും. ഞങ്ങളുടെ കൊച്ചു ചർച്ചിൽ കുറച്ച് ദിവസത്തിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. സർവശക്തൻ, യാ ഓൾമൈറ്റി, യാ ഓൾ സഫീഷ്യന്റ്, യാ എൽ ഷഡായി ഹാസ് എ പിക്ചർ ഓഫ് എ നഴ്സിംഗ് മദർ. സർവശക്തൻ എന്ന ആശയം എബ്രായ പദത്തിൽ
വരുമ്പോൾ, എബ്രായ ഭാഷയിൽ വരുമ്പോൾ, അതിൻ്റെ യഥാർത്ഥ ചിത്രീകരണം സ്വന്തം കുഞ്ഞിനെ പാലൂട്ടുന്ന ഒരു അമ്മയുടെ ചിത്രമാണ്. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഒരു മസിൽമാനായിട്ട് ദൈവത്തെ കാണരുത്. എല്ലാം ചെയ്യാൻ ഇങ്ങനെ മസിലൊക്കെ പെരുപ്പിച്ച് നിൽക്കുന്ന ഒരാളായിട്ടല്ല. സ്തോത്രം. പിന്നെ കുഞ്ഞിനെ പാലൂട്ടുന്ന ഒരമ്മ. ആ കുഞ്ഞിനെ ആ അമ്മയുടെ മാറിടത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ആ കുഞ്ഞിനെ ആ അമ്മ തൻ്റെ മാറിടത്തിൽ നിന്നും വലിച്ചെറിയുമോ? ഒരിക്കലുമില്ല. ഞാൻ കേട്ടിട്ടും വായിച്ചിട്ടുമൊക്കെ ഉണ്ട് ചില പാശ്ചാത്യ ശൈത്യ രാജ്യങ്ങളിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച്. തണുപ്പ് കാലത്ത് കുഞ്ഞിനെ പുലർത്തുവാൻ വകയില്ലാഞ്ഞൊരമ്മ കൈക്കുഞ്ഞുമായി, പാല് കുടിക്കുന്ന കുഞ്ഞുമായി ഇറങ്ങി പുറപ്പെട്ടു. നടന്ന് 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 ഒരു പാലത്തിന്റെ അടിയിൽ ചെന്നു. അവിടെ ഇരുന്ന് അവൾ ആ കുഞ്ഞിന് പാല് കൊടുത്തു. പക്ഷേ കുഞ്ഞ് അവളുടെ മടിയിൽ ജീവനോടെ ഇരുന്നു. ആ അമ്മ മരിച്ചുപോയി, തണുത്തുറഞ്ഞ്. സ്വന്തം ജീവനെ പോലും പണയം വെച്ചുകൊണ്ട് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാതെ അതിനെ പാലൂട്ടുന്നു. സർവശക്തനായ ദൈവം അങ്ങനത്തെ ഒരു ചിത്രമാണ് നമുക്ക് തരുന്നത്. നമ്മളതുകൊണ്ട് ആ പാട്ട് പാടാറുള്ളത്, അമ്മയെ പോലെ എന്നെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചു അവൻ, ആഹാര പാനീയം ഏകിയവൻ, നിത്യമാം ജീവനും നൽകിടും. അതെ, സ്തോത്രം. ഒരമ്മയെ പോലെ നമ്മെ ഓമനിക്കുന്ന, താൻ മരിച്ചാലും തൻ്റെ മാറിന്റെ ചൂട് തൻ്റെ കുഞ്ഞിന് പകരുന്ന, അതിനിമിത്തം ആ കുഞ്ഞിനെ ജീവനോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നഴ്സിംഗ് മദർ, പാല് കൊടുക്കുന്ന അമ്മയുടെ ചിത്രമാണിത്. ഇന്ന് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ദൈവം എൽ ഷഡായി, സർവശക്തനാണ്. എല്ലാം അവന് കഴിയും എന്നുള്ളപ്പോൾ തന്നെ, സ്തോത്രം, ഒരു പെറ്റ തള്ളയെ പോലെ നമ്മെ ഉറ്റു സ്നേഹിക്കുന്നവനും, നമ്മെ തൻ്റെ മാറോട് ചേർത്ത് വെച്ച് നമുക്ക് ചൂടുള്ള പാലും തന്ന് നമ്മെ പാലിക്കുന്നവനുമാണ്. സ്തോത്രം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? അപ്പോൾ നിത്യനാണ്, രണ്ട് സർവശക്തനാണ്. എന്നിട്ട് മൂന്നാമത്തെ കാര്യം നാം അവിടെ കാണുന്നു, കർത്താവാണ്. ദൈവം കർത്താവാണ്. സ്തോത്രം. കർത്താവ് എന്നുള്ളതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് അവിടെ. ലോർഡ്, യഹോവ എന്ന അർത്ഥവുമുണ്ട്, കർത്താവ് എന്ന അർത്ഥവുമുണ്ട്. മത്തായി 6-ാം അധ്യായം 24-ാം വാക്യം നമ്മൾ പഠിച്ചിരുന്നു. അന്ന് കർത്താവ് എന്നതിൻ്റെ വിശദീകരണം നമുക്ക് ലഭിച്ചതാണല്ലോ. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. മറന്നുപോയെങ്കിൽ അന്നത്തെ റെക്കോർഡിങ്സിലേക്ക് ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ കാണും ഓഡിയോ, ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർ സാജുവിൻ്റെ കാണും, ചോദിച്ചാൽ മതി, തരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിലും കണ്ടേക്കും, ഉണ്ടെന്നാണ് എൻ്റെ ചിന്ത. കർത്താവ്.
അപ്പോൾ ദൈവം നമ്മുടെ കർത്താവാണ്. യഹോവ എന്ന അർത്ഥവും കൂടെ അവിടെയുണ്ട്. ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിരിക്കുന്നത് സ്പെല്ലിംഗ് എങ്ങനെയാ? Lord God, capital L, capital G. എൽ ലോർഡ് മുഴുവനും ക്യാപിറ്റലിലാണോ? No. അല്ല, എൽ മാത്രമേ ഉള്ളൂ. Yes. ഓക്കെ ഓക്കെ. അപ്പോൾ ദൈവത്തെ കർത്താവ് എന്ന് തിരിച്ചറിയുക. സ്തോത്രം. യേശു ദൈവം കർത്താവാണ്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ കർത്താവാണോ എന്നുള്ളതാണ് ചോദ്യം. God is Lord, no doubt. Undoubtedly, He is Lord. His lordship is established. But the question is quite personal. Whether He is our Lord personally. വ്യക്തിപരമായി അവൻ നമ്മുടെ കർത്താവാണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ദൈവത്തോട് ഏറ്റുപറയുകയാണ്, യു ആർ ലോർഡ്. സ്തോത്രം. നമ്മൾ കർത്താവിനോട് ഏറ്റുപറയേണ്ട ഒരു സംഗതിയാണ് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോഴൊക്കെ. സ്തോത്രം. ദൈവമേ, അങ്ങ് കർത്താവാകുന്നു. സ്തോത്രം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ മർത്തോമക്കാരനായിരുന്നുവെന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ ആരാധനാക്രമത്തിലെ ഒരു പ്രധാന സംഗതി, ഇടയ്ക്കിടയ്ക്ക് ആരാധനയിൽ അവർ ചൊല്ലും, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ആ ഈണമൊക്കെ ഉണ്ട്. ആ ചില ചൊല്ലുകളുണ്ട്. ദൈവത്തോട് ദൈവം ആരാണെന്ന് ഏറ്റുപറയുന്ന വളരെ മനോഹരമായ ആരാധനാ രീതികളാണ്. ഇപ്പൊ എഴുതി വെച്ച് എന്നും ചൊല്ലണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ആ മാതൃക നല്ലതാണ്. നമ്മൾ പക്ഷേ നമ്മുടെ സഭകളിലൊക്കെ ദൈവത്തെ പലപ്പോഴും സ്തുതിക്കുന്നത്, നമ്മുടെ ആൾക്കാർ സ്തുതിപ്പിക്കുന്നതും എന്തോ പറഞ്ഞോണ്ടാ. സ്തോത്രം. കൂടെ ഉണ്ട്. സ്തോത്രം. എന്തിനു വേണ്ടിയാ? സ്തുതിക്കാനൊക്കെ മിണ്ടാതെങ്ങാണ് ഇരിക്കുകയാണെങ്കിൽ സോക്കോൾഡ് വർഷിപ്പ് ലീഡേഴ്സും പ്രസംഗകരും ഉദ്ദേശിക്കുന്നത് പോലെ ശബ്ദം നമ്മുടെ ഭാഗത്തു നിന്നും വന്നില്ലെങ്കിൽ അവര് ചിലപ്പോ അങ്ങ് ചൂടാവും. പ്രോസ്പെരിറ്റി അല്ല, അവർക്കൊരു എനർജി വരാൻ വേണ്ടിയാ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ആണോ? അവർക്ക് എനർജി വരാൻ വേണ്ടിയാ, അവർക്കൊരു സുഖം വരാൻ വേണ്ടിയാ. പക്ഷെ അതിന് നമ്മളെ പലപ്പോഴും അവര് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ദുഃഖത്തോടാണെങ്കിൽ വാ തുറന്ന് സ്തുതിക്ക്. നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാതെ നിറയ്ക്കാം. അതെന്തോ നമ്മുടെ ഈ വാ ഇങ്ങനെ വിസ്താരത്തിൽ തുറന്ന് നിൽക്കുക, ഈ വായ്ക്കകത്തോട്ട് ദൈവദണ്ഡ് ഇട്ടു വരുന്ന കാര്യമാണോ പറയുന്നത്? അല്ലല്ലോ. നമ്മൾ നമ്മുടെ സഭായോഗങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പാട്ടുകൾ പാടുമ്പോൾ ദൈവത്തിൻ്റെ ആളത്വത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും വർണ്ണിക്കുന്ന ഗാനങ്ങൾ വേണം പാടുവാൻ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ പറയുന്നത് കേട്ടു, കേവലം മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ, അവരുടെ വികാരങ്ങളെ ഇളക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ.
എന്നാൽ മറ്റ് ഭാഷകളിലൊക്കെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിലേതൊക്കെ അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് കേട്ടു. ആ പാട്ടുകൾ, ഹീംസ്, കീർത്തനങ്ങളൊക്കെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതാ. പക്ഷെ നമ്മുടെ പാട്ടുകൾ പലതും നമ്മളെ തന്നെ സുഖിപ്പിക്കുന്നതാ. സ്തോത്രം. ശരിയല്ലേ? മിക്ക ഗാനങ്ങളും നമുക്കൊരു സുഖം തരുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവസ്തുതിയുടെ ഒരു നല്ല ചിത്രമുണ്ട്. ഏതൊരാവശ്യത്തിന്റെ മുൻപിൽ നാം കഴിയുമ്പോഴായാലും ദൈവം ആരാണെന്ന് ദൈവത്തോട് ഏറ്റുപറയാനും നമ്മൾ തമ്മിൽ പറയാനും ഒരുക്കമായിരിക്കണം. സോറി. ഇവിടെ ദൈവത്തോട് പറയുകയാണ്, നീ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ്. രണ്ട്, നീ സർവശക്തനാണ്. മൂന്ന്, നീ ആരാ? കർത്താവാ. സ്തോത്രം. നീ കർത്താവാ. പ്രൈസ് ഗോഡ്. നാലാമത് പറയുന്നു, സ്തോത്രം, എന്താ? നീ ദൈവം ആണ്. നീ ദൈവമാണ്. സ്തോത്രം. നാം വേദപുസ്തകം നോക്കിയാൽ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നതിനേക്കാൾ ദൈവം തൻ്റെ മഹത്വത്തിനായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും നോക്കുന്നതും പ്രസംഗങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് ചെയ്യും എന്നൊക്കെയാണ്. അല്ല, നമ്മുടെ ദൈവം ആരാണ്, ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടാമതാകട്ടെ, അവൻ ആരാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് തിരിച്ചറിയാം. സ്തോത്രം. മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ഹിസ് ബീയിങ് rather than his deeds. ദൈവത്തിന്റെ പ്രവർത്തികളെക്കാൾ ദൈവത്തിന്റെ ആളത്വമാണ് ദൈവത്തെ മഹത്വീകരിപ്പാനായി നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവത്തിന്റെ പ്രവർത്തികളെക്കാൾ, ദൈവത്തിന്റെ ദാനങ്ങളെക്കാൾ ദൈവത്തിന്റെ മഹത്വം, അവന്റെ ആളത്വമാണ് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട സംഗതി പറയുന്നു. നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്തോത്രം. പഴയ നിയമത്തിൽ ഏറ്റവും അധികം മുഴങ്ങിക്കേൾക്കുന്ന ഒരു കോറസാണിത്. സ്വർഗത്തിലും ഏറ്റവും നമുക്ക് കേൾപ്പാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. സ്വർഗീയ ജീവികൾ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നതും ഈ വിഷയം പറഞ്ഞുകൊണ്ടാണ്. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്തോത്രം. എന്നാൽ നമ്മുടെ ശ്രദ്ധ ദൈവത്തിന്റെ ഏതു സ്വഭാവത്തിലേക്കാണ് കൂടുതൽ പതിയാറുള്ളത്?
സ്തോത്രം. കൂടെ ഒന്ന് പോരെ. കരുണാമയനായ ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. സ്തോത്രം. എന്തോ സിസ്റ്റർ എന്താ പറഞ്ഞേ? Providence. Providence. സ്നേഹവാനായ ദൈവം. സ്നേഹവാനായ ദൈവം. About his love and forgiveness. ഈ രണ്ട് സംഗതികൾ നാം ശ്രദ്ധിക്കണം. സ്വർഗീയ ജീവികൾ, അത് ദൂതന്മാരായാലും സാറാഫുകളായാലും കെരൂബുകളായാലും വേറെ നമുക്കറിഞ്ഞുകൂടാത്ത സ്വർഗീയ ജീവികൾ ഉണ്ടെങ്കിൽ അവരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത് ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടാണ്. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇനിയും നമ്മൾ സ്വർഗത്തിൽ എത്തിയാലും ഈ സ്വർഗീയ ജീവികൾ ഇത് തന്നെ ആയിരിക്കും പറയുന്നത്. അതിനൊരു കുറവുമില്ല. നാമും ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് തിരിച്ചറിയുകയും ദൈവത്തോടും നമ്മോട് തന്നെയും ദൈവം പരിശുദ്ധനാണെന്ന് ഏറ്റുപറയുകയും വേണം. എന്നാൽ സ്വർഗീയ ജീവികൾക്ക് പാടുവാൻ കഴിയാത്ത, പറയുവാൻ കഴിയാത്ത മറ്റൊരു ഏറ്റുപറച്ചിൽ നമ്മൾ സ്വർഗത്തിലെത്തിയാൽ ഏറ്റുപാടും. അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ സ്വർഗീയ ജീവികൾക്ക് ദൈവ സ്നേഹത്തെ പറ്റി പാടാൻ കഴിയില്ല. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക്, വിശേഷിച്ച് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് പാടുവാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ പാട്ടാണ് ദൈവത്തിന്റെ സ്നേഹം. സ്തോത്രം. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഗാനശകലമാണല്ലോ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ എന്നുള്ള പാട്ടിന്റെ അവസാനത്തെ ചരണം. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. ഈ 4 ജീവികളോ യെശയ്യാ 6 കാണുന്ന സാറാഫുകളോ മറ്റെവിടെയും കാണുന്ന സ്വർഗീയ ജീവികളും ആരും പാടാത്ത ഒരു പാട്ട്. സ്തോത്രം. കാൽവരി ഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹമൻ ഗാനമേ. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് വേണം പുതിയ നിയമസഭ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. സ്വർഗീയ ജീവികൾ ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ, പാടുമ്പോൾ നാമും അത് ഏറ്റുപാടേണ്ടതാണ്. ദൈവം പരിശുദ്ധനാണെന്നുള്ള ഉൾബോധ്യം നമുക്ക് വേണം. സ്തോത്രം. അപ്പോൾ തന്നെ ദൂതന്മാർക്ക് പാടാൻ കഴിയാത്ത ഒരു പാട്ട് നമ്മൾ പാടും. അത് ദൈവസ്നേഹത്തിന്റെ പാട്ടാണ്. അത് വെളിപ്പെട്ടത് കാൽവറി ക്രൂശിലാണ്. ദൈവപുത്രന്റെ മരണത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിലൂടെ, യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ നമ്മിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവത്തിന്റെ ആ സ്നേഹം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നാം ഈ നിലയിൽ ദൈവം ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണെന്നും സർവശക്തിയുള്ളവനാണെന്നും കർത്താവാണെന്നും ദൈവമാണെന്നും പരിശുദ്ധനാണെന്നും നാം പാടുമ്പോൾ
എന്താ ചെയ്യുന്നത്? 9-ാം വാക്യം പറയുന്നത് പോലെ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുകയായിരിക്കും. നമ്മൾ സ്തോത്രം സ്തോത്രം എന്ന് പറയണമെന്നില്ല. പക്ഷെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അതൊന്ന് ഏറ്റു പറയണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാ? മഹത്വം, ബഹുമാനം, സ്തോത്രം. 3 കാര്യങ്ങൾ. മഹത്വം, ബഹുമാനം, സ്തോത്രം ഈ ദൈവത്തിന് കൊടുക്കുകയായിരിക്കും. ഓർക്കുക, നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. സ്തോത്രം. ഉലകത്തിലെ വേറെ ഒരു ദൈവങ്ങൾക്കും അവകാശം പറയാനൊക്കാത്ത സ്വഭാവ വൈശിഷ്ട്യമാണ് നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധി. Praise God. ഉലകത്തിലെ ഒരു ദൈവങ്ങൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത ദൈവീയ സ്വഭാവം, അതാണ് ഈ പരിശുദ്ധി. സ്തോത്രം. നമ്മുടെ ദൈവം മാത്രമാണ് പരിശുദ്ധൻ. സ്തോത്രം. വേറെ ആരുമില്ല പരിശുദ്ധന്മാരായിട്ട്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഈ 4 ജീവികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമുക്കും കൂടെ വേണ്ട പാഠങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ടോ? സ്തോത്രം. ഇവിടെ നിന്നും ചിലത് നമുക്കും സ്വീകരിപ്പാനായിട്ടില്ലേ? Praise God. സ്തോത്രം. ഈ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവോടെ നമ്മെ തന്നെ ആ ദൈവത്തിന് പൂർണ്ണമായും തീരെഴുതി കൊടുത്തുകൊണ്ട് ഈ കർത്താവിനെ താനായിരിക്കും പോലെ കാണാൻ, മുഖാമുഖം കാണുവാനുള്ള വ്യഗ്രതയോടെ വിശുദ്ധ ജീവിതം നയിക്കാം. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.